അസ്സലാമു അലൈക്കും. ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് കണ്ണേറ് അഥവാ സിഹർ. കണ്ണേറ് എന്നത് ഒരാളുടെ അസൂയ, പൊറുക്കാനാകാത്ത മനസ്സ്, അതിശയദൃഷ്ടി എന്നിവ കാരണം മറ്റൊരാൾക്ക് ദോഷം സംഭവിക്കുന്ന അവസ്ഥയാണ്. ഇത് ഇസ്ലാമിൽ സത്യമായ കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്നൊക്കെ കണ്ണേറ് സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കണ്ണേറ് സത്യമാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ചില ദുആകളും സൂറത്തുകളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇവ സ്ഥിരമായി ചൊല്ലിയാൽ നമുക്ക് കണ്ണേറ് സംഭവിക്കുകയില്ല. നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ, കുട്ടികളെ ആയി പുറത്തു പോകുമ്പോൾ, അവരെ പ്രശംസിക്കുമ്പോൾ, അവർക്ക് വിജയമുണ്ടാവുമ്പോൾ എല്ലാം കണ്ണേറ് സംഭവിക്കാം. അങ്ങനെ കണ്ണേറ് തട്ടിയാൽ നമുക്ക് രോഗങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ദോഷങ്ങളും ഒക്കെ വരും. കണ്ണേറ് തട്ടിയാൽ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും. അമിതമായ ക്ഷീണം, തലവേദന, ശരീരവേദന, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, അങ്ങനെ പല ലക്ഷണങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ മനസ്സിൽ അസ്വസ്ഥത അനുഭവപ്പെടുക, കാരണമില്ലാത്ത പേടി, കണ്ണിന് ചുറ്റും വേദന, അമിതമായ കോട്ടുവായ ഇടൽ, ഒരു കാരണവുമില്ലാതെ തലഞെരിയൽ ഒക്കെ ഉണ്ടാവും. കുട്ടികളിലാണെങ്കിൽ അമിതമായ കരച്ചിൽ, അസ്വസ്ഥത, വയറുവേദന, ഉറക്കമില്ലായ്മ, പല്ല് കടിക്കൽ എന്നിങ്ങനെ കണ്ണേറ് തട്ടിയാൽ പല ലക്ഷണങ്ങളും ഉണ്ടാവും. ഇനി ജീവിതത്തിൽ കണ്ണേറ് തട്ടിയാൽ പെട്ടെന്ന് എന്തെങ്കിലും വിചാരിച്ച കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുക, ബിസിനസ്, പഠനം അഥവാ ജോലിയിൽ നഷ്ടമുണ്ടാവുക, നല്ല നിലയിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് പോവുക എന്നിങ്ങനെ പല ലക്ഷണങ്ങളും കാണാം. കണ്ണേറ് തട്ടാതിരിക്കാൻ നമ്മൾ ഈ ദുആ പതിവാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പേരക്കുട്ടികളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും കണ്ണേറിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പതിവായി ഓതിയിരുന്ന ഒരു ദുആ ആണിത്. ഔദു ബികലിമാത്തില്ലാഹി താമ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. എല്ലാ ശൈത്താനിൽ നിന്നും, എല്ലാ ദോഷകരമായ ജീവികളിൽ നിന്നും, എല്ലാ കണ്ണുദോഷങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിൻ്റെ പൂർണ്ണ വചനങ്ങളിൽ അഭയം തേടുന്നു. ആമീൻ. ഒപ്പം തന്നെ കണ്ണേറ് തട്ടാതിരിക്കാൻ രാവിലെയും വൈകിട്ടും സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് 3 പ്രാവശ്യം ഓതുക. അതുപോലെ എന്തെങ്കിലും നന്മകൾ കാണുമ്പോൾ മാഷാ അല്ലാ എന്ന് പറയുക. അസൂയ ഒഴിവാക്കുക. പതിവായി ദിക്ർ, നിസ്കാരം നിലനിർത്തുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കണ്ണേറ് തട്ടുകയില്ല. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കണ്ണേറിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.